പ്രിയമുള്ളവരെ, ശ്രീഹാക്കാലം 5-ാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ശ്രവിക്കുന്നത്. ഈശോ തൻ്റെ സ്ലീഹന്മാരെ, അയക്കപ്പെട്ടവർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, അവരെ അയക്കുകയാണ്. ഈശോയുടെ ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തത് കർത്താവിനോടുകൂടി ആയിരിക്കുവാനും സുവിശേഷം പ്രഘോഷിക്കുവാനും തിന്മയുടെ ശക്തികളെ ബഹിഷ്കരിക്കുവാനും ഒക്കെയാണ്. അപ്പോൾ കർത്താവിനോടുകൂടി ആയിരുന്ന, കർത്താവിൻ്റെ ശക്തി സ്വീകരിച്ച് കർത്താവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് സുവിശേഷം അറിയിക്കുമ്പോൾ അവിടെ എല്ലാവരും ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കുകയില്ല, പൂമാലയിട്ട് സ്വീകരിക്കുകയില്ല. അവരെ വരവേൽക്കാനിരിക്കുന്നത് പീഡനങ്ങളാണ്, കല്ലേറുകളാണ് എന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകുന്ന ഭാഗമാണ് നമ്മൾ ശ്രവിക്കുന്നത്. 16 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. പീഡകളുടെ കാലം അതോടൊപ്പം തന്നെ അനുഗ്രഹത്തിൻ്റെ കാലവുമാണ്. അപ്പോൾ വെല്ലുവിളികൾക്കിടയിലാണ് സുവിശേഷം പ്രഘോഷിക്കേണ്ടത് എന്ന വലിയ സത്യം. ഒന്നാമത്തെ വാക്ക് തന്നെ ശിഷ്യന്മാരെ ഭയപ്പെടുത്തുന്ന വാക്കാണ്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്നതുപോലെ നിങ്ങളെ ഞാൻ അയക്കുന്നു. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ ചെന്നാൽ എന്ത് സംഭവിക്കുന്നു? ചെന്നായ്ക്കൾ അവരെ കടിച്ചു കീറും. പക്ഷേ വാസ്തവത്തിൽ കർത്താവ് ഉദ്ദേശിക്കുന്നത് ഇതിനപ്പുറമുള്ളൊരു കാര്യമാണ്. യേശയ്യായുടെ പുസ്തകം 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ ചെന്നായ്ക്കും ആടും കൂടെ ഒന്നിച്ച് കഴിയുന്നു, പുള്ളിപ്പുലികളും കോലാടും കൂടെ ഒന്നിച്ച് കഴിയുന്നു. മലയാളത്തിലെ പാട്ടുണ്ട്, ചെന്നായ്ക്കളെ പോലും പുള്ളിമാനാക്കുന്ന നിൻ സ്നേഹ മുന്തിരിപ്പൂക്കൾ. അപ്പോൾ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരാടുകൾ പോലെ നിങ്ങളെ അയക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ അവരുടെ ചെന്നായുടെ ആ സ്വഭാവം, കടിച്ചു കയറുന്ന സ്വഭാവം, അതെല്ലാം മാറ്റി അവരെ ചെമ്മരാടുകളാക്കാൻ വേണ്ടി തന്നെയാണ്. അതേസമയം തന്നെ അവർ നിങ്ങളെ ആക്രമിക്കാം, അവരുടെ ഉപദ്രവങ്ങളുണ്ടാകാം. പക്ഷേ അവിടെയെല്ലാം സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരമായിരിക്കുമെന്ന്. അപ്പം സർപ്പം എപ്പോഴും സൂക്ഷ്മമായി ഭൂമിയുടെ ചലനങ്ങൾ നോക്കി വളരെ വിദഗ്ധമായി ജീവിക്കുന്ന ഒരു ജീവിയായിട്ടാണ് കണക്കാക്കുന്നത്. സർപ്പങ്ങളെപ്പോലെ വിവേകികളാവുക. പ്രാവുകളാകട്ടെ നിഷ്കളങ്കതയുടെ പര്യായമാണ്. അപ്പോൾ വിവേകവും നിഷ്കളങ്കതയും. മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. 17-ാം വാക്യത്തിൽ പറയുന്നത്, അവർ തങ്ങളുടെ സിനഗോഗിൽ വെച്ച് നിങ്ങളെ മർദ്ദിക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? അതായത് മത്തായിയുടെ സുവിശേഷം എഴുതുന്ന ഈ കാലഘട്ടം AD 90-ന് ശേഷമുള്ള കാലഘട്ടമാണ്. അപ്പോഴേക്കും തങ്ങളുടെ സിനഗോഗ് എന്ന് പറഞ്ഞ യഹൂദന്മാരുടെ സിനഗോഗാണ്. ഈശോയിൽ വിശ്വസിക്കുന്നവരെ പുറത്താക്കി കഴിഞ്ഞു. അവർക്ക് സിനഗോഗിൽ പോകുവാൻ അനുവാദമില്ലാത്ത കാലമായി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ആ കാലത്തുണ്ടായ പ്രാർത്ഥനയാണ് ബിർഖാത്ത് ഹാ മിനിം, അതായത് ശാപത്തിൻ്റെ പ്രാർത്ഥനകൾ. അതായത് ദൈവസ്തുതിയുടെ പ്രാർത്ഥനകളോട് ചേർത്ത് ശാപത്തിൻ്റെ, അതായത് തന്നിൽ വിശ്വസിക്കാത്തവരെല്ലാം ശപിക്കപ്പെട്ടവരാകട്ടെ എന്നോട് യഹൂദന്മാർ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ പിൽക്കാലത്തുണ്ടായ ചില മതങ്ങളും ക്രിസ്ത്യാനികളെ യഹൂദന്മാരെയും ശപിക്കുന്ന പ്രാർത്ഥന ഉണ്ടാക്കുകയുണ്ടായി. ക്രിസ്ത്യാനികൾ തന്നെ യഹൂദന്മാരെ അവരെ വേണ്ടത് പരിഗണിക്കാത്ത പ്രാർത്ഥന ഉണ്ടാക്കുകയും 2-ാം അധ്യായങ്ങൾക്ക് ശേഷം അതെല്ലാം പരിഷ്കരിക്കുകയെല്ലാം ചെയ്തു, അതെല്ലാം മാറ്റുകയും ചെയ്തു. അതുകൊണ്ട് ബിർഖാത്ത മിനിം ഉണ്ടായതിന് ശേഷമുള്ളൊരു കാലഘട്ടം, ആ കാലഘട്ടത്തിലാണ് ഈ മത്തായിയുടെ സുവിശേഷം എഴുതിയതെന്നുള്ള സഭയുടെ വളർച്ചയെ സൂചിപ്പിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ സഭ വളരുന്നത് എങ്ങനെയാണ്? ഇതുപോലെയുള്ള വലിയ പീഡനങ്ങൾക്കിടയിലാണ്. രക്തസാക്ഷികളുടെ ചുടുനിണമാണ് സഭയുടെ വളർച്ചയുടെ ബീജമായി വന്നത് എന്ന തെർത്തുല്യൻ്റെ വാക്കുകൾ ഇവിടെ നമുക്ക് ഓർക്കാം. നാടുവാഴികളുടെയും രാജാക്കന്മാരുടെ സന്നിധിയിലേക്ക് നിങ്ങൾ നയിക്കപ്പെടും, അവിടെയും വിജാതിരുടെയും മുമ്പിൽ നിങ്ങൾ എനിക്ക് സാക്ഷി നൽകും. അങ്ങനെ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയണമെന്നോ എങ്ങനെ പറയണമെന്നോ ആകുലപ്പെടേണ്ട. ആ സമയത്ത് പറയേണ്ടത് നിങ്ങൾക്ക് നൽകപ്പെടും എന്നതാണ്. നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. അപ്പോൾ സ്ലീഹന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണ്. ആ ശ്ലൈഹിക ശുശ്രൂഷ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽപ്പെട്ടതാണല്ലോ വിവേകം. വിവേകത്തോടുകൂടി വിശുദ്ധിയോടുകൂടി കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികൾ, സത്യത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ, സത്യത്തിൻ്റെ ജീവിതം നയിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിരോധങ്ങൾ, അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അതേസമയം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലൂടെ സംസാരിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ ദൈവികമായ ഒരു ചൈതന്യം, ദൈവവുമായുള്ള ആത്മീയ ബന്ധം പുലർത്തണമെന്നാണ് ഇത് പറയുന്നത്. പിന്നീട് പറയുന്ന കുറേ കൂടെ ക്രൂരമായ കാര്യം, പിതാവ് പുത്രനെയും സഹോദരനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പം അങ്ങനെ ഒരു കുടുംബത്തിൽ തന്നെ വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള സംഘട്ടനങ്ങൾ, മക്കൾ മാതാപിതാക്കന്മാർക്കെതിരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. 22-ാം വാക്യം, എൻ്റെ നാമനിമിത്തം സർവ്വരാലും നിങ്ങൾ ദ്വേഷിക്കപ്പെടും. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു അനുഗ്രഹം കൂടെ പറയുന്നുണ്ട്, അവസാനം വരെയും
സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അപ്പോൾ സഹനം, സഹിച്ചു നിൽക്കുക, എതിർത്ത് നിൽക്കുക, സത്യത്തിന് വേണ്ടിയുള്ള ക്ഷമ, അതോടുകൂടി നിൽക്കുക എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. ഒരു പട്ടണത്തെ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകണം. മനുഷ്യപുത്രൻ്റെ ആഗമനത്തിന് മുമ്പ് നിങ്ങൾ ഇസ്രായേലിൻ്റെ ഭവനങ്ങളിലൊന്നും ഇങ്ങനെ ഓടിത്തീർക്കുകയില്ല. ദാനിയേൽ 7:13 പഴയ നിയമത്തിൽ ഈശോയുടെ പ്രതിരൂപമായിട്ട് കാണിക്കുന്ന ആ മനുഷ്യപുത്രൻ, അത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ്. മനുഷ്യപുത്രൻ വീണ്ടും വരുമെന്നാണ്. വരുമ്പോൾ അതുവരെ നിങ്ങൾ ഈ ദൗത്യം നിർവഹിക്കണം. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, പുറത്തിന് യജമാനേക്കാൾ വലിയവനല്ല. അപ്പം ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, ഗുരുവിനെ അനുകരിക്കണം. ഗുരുവിനില്ലാത്ത ഒരു സൗകര്യങ്ങളും ഗുരുവിനില്ലാത്ത ഒരു ആനുകൂല്യവും ശിഷ്യന് വേണ്ട. അതാണ് ഉദ്ദേശിക്കുന്നത്. ഈശോയെ 12-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, ഇവൻ ബേൽസബൂബിനെ കൊണ്ട് പിശാചുകളെ പുറത്താക്കുന്നു. ഗ്രഹനാഥനെ ബേൽസബൂബ് എന്ന് വിളിച്ചെങ്കിൽ അവൻ്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല. അപ്പോൾ വലിയ പ്രതിരോധങ്ങൾക്കിടയിൽ, വലിയ പ്രതിസന്ധികൾക്കിടയിൽ, വെല്ലുവിളികൾക്കിടയിൽ നിർഭയം കർത്താവിന് സാക്ഷ്യം വഹിക്കണമെന്ന് കർത്താവ് പറയണം. നിങ്ങളതുകൊണ്ട് ഭയപ്പെടേണ്ട. മറിഞ്ഞിരിക്കുന്നൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അന്ധകാരത്ത് നിങ്ങളോട് പറഞ്ഞ പോലെ പ്രകാശത്തിൽ പറയും. ചെവിയിൽ മന്ത്രിച്ച് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കുവിൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട. അപ്പോൾ ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, ഭയപ്പെടേണ്ട, നിർഭയം സുവിശേഷം പ്രഘോഷിക്കുവിൻ. കാരണം എന്താണ്? എൻ്റെ പിതാവിൻ്റെ ആ അറിവ് കൂടാതെ ഒരു കുരുവികൾ പോലും വിൽക്കപ്പെടുന്നില്ലെങ്കിൽ, ഒരു നാണയത്തോട് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? എൻ്റെ പിതാവിൻ്റെ അറിവ് കൂടാതെ ഒന്നുപോലും നിലംപതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. 31-ാം വാക്യം. അപ്പോൾ ആ സ്ത്രീഹന്മാരെ കർത്താവ് പൊതിഞ്ഞു സംരക്ഷിക്കുകയും ചെയ്യുന്നു. അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ നിങ്ങൾ. അതുകൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. അപ്പോൾ ഏറ്റു പറയുക, കർത്താവിന് സാക്ഷ്യം വഹിക്കുക. മാർട്ടിയർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സാക്ഷ്യം. സഹദ എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിക്കുന്നവൻ. അത് ജീവിതത്തിലും മരണത്തിലൂടെ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വലിയ വെല്ലുവിളികൾക്കിടയിലാണ് സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടത്, വളർന്നത്. അന്നത്തെ ലേഖനം പൗലോസ്ലീഹായുടെ 2 കൊറിന്തോസ് 4-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ മൺപാത്രങ്ങളിൽ ഉള്ള നിധിയാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു, പക്ഷേ ഞങ്ങൾ തകർക്കപ്പെടുന്നില്ല. ഞങ്ങൾ വിഷമിക്കപ്പെടുന്നു, എങ്കിലും ഭഗ്നാശരാകുന്നില്ല. ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, എങ്കിലും പരിത്യക്തരാകുന്നില്ല. അടിച്ചു വീഴ്ത്തപ്പെടുന്നു, എങ്കിലും നശിക്കപ്പെടുന്നില്ല. ഈശോ മിശിഹായുടെ ജീവൻ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവൻ്റെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ മർത്ത ശരീരത്തിൽ ഈശോയുടെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഈശോയെ പ്രതി സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതായത് എത്ര വലിയ അടിച്ചു വീഴ്ത്തിയാലും എതിർത്താലും ഞങ്ങൾ തകർന്നു പോവുകയില്ല. അപ്പോൾ വലിയൊരു അജയ്യമായ ആത്മശക്തിയോടുകൂടിയാണ് പൗലോസ് എഴുതുന്നത്. കാരണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് ആ വിശ്വാസ ചൈതന്യം, അതാണ് പറയുന്നത്, ഞാൻ വിശ്വസിച്ചു അതിനാൽ ഞാൻ സംസാരിക്കുന്നു എന്ന് എഴുതിയവൻ്റെ വിശ്വാസ ചൈതന്യം. സങ്കീർത്തനം 116:10. ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ സംസാരിക്കുന്നു. അപ്പോൾ അചഞ്ചലമായ ദൃഢമായ വിശ്വാസത്തോടുകൂടി കർത്താവിനെ ഏറ്റുപറയുമ്പോൾ കർത്താവ് ഈശോ മിശിഹായെ ഉയർപ്പിച്ചവൻ ഈശോ മിശിഹായോടെ ഞങ്ങളെ ഉയർപ്പിക്കും, അവൻ്റെ സന്നിധി ഞങ്ങളെ കൊണ്ടുവരും. അങ്ങനെ എല്ലാവരിലും കൃപ നിറയുവാൻ വേണ്ടി ദൈവമഹത്വത്തിന് വേണ്ടി കൃതജ്ഞാർപ്പിക്കപ്പെടുന്നു. അപ്പം വലിയ പ്രതിസന്ധികൾക്കിടയിലും ശക്തിയോടെ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ തയ്യാറാകണം. ആ വലിയ ആഹ്വാനമാണ് നൽകുന്നത്. ജെറമിയായുടെ പുസ്തകം 11-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ ജെറമിയ പ്രവാചകനെതിരായിട്ട് ഗൂഢാലോചന ഉണ്ടാവുകയാണ്. പക്ഷെ അവസാനം പ്രവാചകൻ പറയുകയാണ്, ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. അപ്പോൾ പ്രവാചകനെ ഇതുപോലെ തന്നെ കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ശാന്തനായ കുഞ്ഞാടിനെ പോലെയാണ് ഞാൻ. ഫലത്തോടുകൂടി തന്നെ വൃക്ഷത്തെ നമുക്ക് നശിപ്പിക്കാമെന്ന് ചിന്തിക്കുന്നവർ, ജീവിക്കുന്നവരുടെ നാട്ടിൽ നമുക്കവനെ പിഴുതെറിയാമെന്ന്, അവൻ്റെ പേര് ഇനി ആരും ഓർമ്മിക്കരുത് എന്ന് പറഞ്ഞ് എനിക്ക് ഇതിലെ ഗൂഢാലോചന നടത്തി ഞാൻ അറിഞ്ഞില്ലെന്നാണ്. അവിടെ ദൈവമായ കർത്താവെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഹൃദയവും മനസ്സും പരിശോധിക്കുന്നതിനായ കർത്താവെ, അവരുടെ മേൽ അങ്ങയിലുള്ള പ്രതികാരം കാണാൻ ഞാൻ എന്നെ അനുവദിക്കണമേ. അപ്പോൾ നീ കർത്താവിൻ്റെ നാമത്തെ പ്രവചിക്കരുത്, പ്രവചിച്ചാൽ നിന്നെ ഞങ്ങൾ കൊല്ലുമെന്നവർ പറയുന്നു. ആകയാൽ സൈന്യങ്ങൾ കർത്താവെ, അവരെ നീ ശിക്ഷിക്കണമേ. അപ്പം ജെറമ്യാ പ്രവാചകൻ്റെ ആ പര്യാകുലത എന്താണ്? പ്രവാചകനെതിരെ ഗൂഢാലോചന നടത്തുന്നു, പ്രവാചകനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. എങ്കിലും ദൈവത്തിൽ ശരണപ്പെടുകയാണ്. കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് തിന്മയുടെ ശക്തികളെ എതിർത്ത് ദൈവവചനം പ്രഘോഷിക്കുവാനുള്ള ഉജ്ജ്വലമായ ധൈര്യം
അതാണ് വീണ്ടെടുക്കേണ്ടത് എന്ന് ഇവിടെ ആഹ്വാനം ചെയ്യുകയാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിലും ഇതുപോലെ തന്നെയാണ്. വലിയ എതിർപ്പിൻ്റെ മൂർത്തരൂപമാണ്, ശക്തിയാണ് ഫറവോ. അജയ്യമായ ശക്തിയാണ്. ആ ഫറവോയുടെ മുമ്പിൽ പാവപ്പെട്ട 2 പേരെ ദൈവം അയക്കുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ ഫറവോയുടെ മുമ്പിൽ ചെന്ന് പറയണം, മോശയോട് പറയാണ്, ഇതാ ഞാൻ ഫറവോയ്ക്ക് നിന്നെ ദൈവത്തെപ്പോലെ ആക്കിയിരിക്കുന്നു. അപ്പോൾ ഫറവയേക്കാളും വലിയ ദൈവിക ശക്തി നിനക്ക് ഞാൻ തരുന്നു. നിൻ്റെ സഹോദരനായ അഹ്റോൻ നിൻ്റെ പ്രവാചകനായിരിക്കും. ഞാൻ കൽപ്പിക്കുന്നതെല്ലാം നീ അഹ്റോനോട് പറയണം. ഫറവോ തന്റെ രാജ്യത്തു നിന്ന് ഇസ്രായേൽക്കാരെ വിട്ടയക്കാൻ വേണ്ടി നിൻ്റെ സഹോദരൻ അഹ്റോൻ അവനോട് സംസാരിക്കട്ടെ. പക്ഷേ ഞാൻ ഫറവോയുടെ ഹൃദയം കഠിനമാക്കും. അപ്പോൾ സുവിശേഷ പ്രഘോഷണം നേരിടുന്ന വെല്ലുവിളി അതാണ്. ജനങ്ങൾ ഹൃദയം കഠിനമാക്കും. പഴയ നിയമത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. ഫറവോ നിൻ്റെ വാക്ക് കേൾക്കുകയില്ല. ഞാൻ ഈജിപ്തിലെ അപ്പോൾ എന്ത് സംഭവിക്കും? അവരെ കഠിനമായി ശിക്ഷിച്ച് ജനത്തെ, ഇസ്രായേൽ മക്കളെ ഞാൻ മോചിപ്പിച്ച് കഴിയുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും. അപ്പോൾ അന്തിമമായ വിജയം കർത്താവിൻ്റെ പ്രവാചകന്മാർക്കാണ്. അതുകൊണ്ട് തിന്മയുടെ ശക്തികൾ വിജയിക്കുകയില്ല. അതിനെതിരെ നന്മയുടെ, സ്നേഹത്തിൻ്റെ, നീതിയുടെ, സുവിശേഷത്തിൻ്റെ പ്രഘോഷണം തുടരേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലും പലതരത്തിലുള്ള തിന്മയുടെ ശക്തികൾ വളർന്നു വരുമ്പോൾ, ചെന്നായ്ക്കളുടെ മനസ്സോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെപ്പോലെ, സർപ്പങ്ങളെപ്പോലെ വിവേകമതികളായി, പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരായി, മൺപാത്രത്തിൽ നിധിയെന്ന പോലെ കർത്താവിൻ്റെ കൃപ പങ്കുവയ്ക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഞായറാഴ്ച ആചരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.